ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പാഠബുക്കിലൊക്കെ കണ്ടുവരുന്ന ഹർക്കത്തുകൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഫത്തഹ്, ലൊമ്മ്, കസറ്, സുക്കൂന്. സുക്കൂന് തന്നെ നമ്മൾ അവസാനമുള്ള ആ റൗണ്ട് പോലെ ഉള്ള സുക്കൂനാണ് നമ്മളൊക്കെ പഠിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ പാഠ്യപദ്ധതി പ്രകാരം ഫതഹ, ലൊമ്മ, കസറ ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മളെ ഉച്ചാരണം വരുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം. ഞാനൊക്കെ പഴയ രീതിയിലാണ് പഠിച്ചത്. അപ്പോൾ ആ രീതിയിലായിരിക്കും അധിക സ്ഥലങ്ങളിലും പറഞ്ഞു പോകുന്നത്. നമുക്ക് പഠിച്ചത് മറക്കാൻ കഴിയൂലല്ലോ. നമ്മളെ ഉച്ചാരണത്തിൽ അത് തന്നെയാണ് വരിക. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു ഉസ്താദ് ഫതഹ, ലൊമ്മ, കസ്ര അത് പഠിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. പിന്നെ സുക്കൂനുകൾ, 2 രീതിയിലുള്ള സുക്കൂനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ. ഒന്ന് പകുതി വരുന്ന ഒരു അർദ്ധ സുക്കൂന് എന്ന് അതിനെ നമ്മൾ പറയും അറബി മലയാളത്തിൽ. മറ്റേതൊരു ഫുള്ളായിട്ട് വരുന്ന സുക്കൂനാണ്. ഖുർആനിൽ കൂടുതലും വരുന്നത് ഈ അർദ്ധ സുക്കൂനാണ് ഖുർആനുകളിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ആ രീതിയാണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അതുപോലെ തൻവീനുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോ കാണാം. വേണം എന്നാൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. കണ്ടല്ലോ, ഇതിൽ ആദ്യത്തേത് ഇത്, അതിൻ്റെ പേര് ഫത്ഹ. പറഞ്ഞാട്ടെ, ഫത്ഹ, ഫത്ഹ. അതെ, ഇതിൻ്റെ പേര് ലൊമ്മ. പറയൂ, ലൊമ്മ, ലൊമ്മ. അതെ. ഇനി ഇത് താഴെ എഴുതുന്നത്, ഇതിൻ്റെ പേര് കസ്റ. എന്താണ്? കസ്റ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഇവിടെ ശ്രദ്ധിക്കുക. ഒരു വരയുടെ മുകളിലും താഴെയുമാണ് എഴുതിയിട്ടുള്ളത്, അല്ലേ? 2 എണ്ണം വരയുടെ മുകളിലാണ്, 1 വരയുടെ താഴെയാണ്. ആദ്യത്തേത് ഫത്ഹ. ഈ ഫത്ഹയാണ് അബ് എന്നതിൽ നാം ഹംസയുടെ മുകളിലിട്ടത്. അബ് നോക്കിയാട്ടെ, അലിഫ് എഴുതി, ഹംസ എഴുതി, അതിൻ്റെ മുകളിൽ എഴുതിയത് എന്താണ്? ഫത്ഹ. അതെ. ഇത് ലൊമ്മ. എന്താണ്? ലൊമ്മ. ഉദുനിൽ നാം ഊ പഠിച്ചില്ലേ? അവിടെ അലിഫ് എഴുതി, ഹംസ എഴുതി, അതിൻ്റെ മുകളിൽ വരച്ചത് ലൊമ്മ. മനസ്സിലായോ? ഇനി നാം ഇന്ന് പഠിച്ചത് ഇറം. അതിൽ അലിഫ് എഴുതി, താഴെ ഹംസ എഴുതി, അതിൻ്റെ താഴെ ഇട്ടതിൻ്റെ പേര് കസ്റ. ഒന്നുകൂടെ പറയാം. ഫത്ഹ, ലൊമ്മ, കസ്റ. ഫത്ഹയും ലമ്മയും അക്ഷരത്തിൻ്റെ മുകളിൽ എഴുതുന്നു, കസ്റ അക്ഷരത്തിൻ്റെ താഴെ എഴുതുന്നു. മനസ്സിലായോ?